ഹായ്, എല്ലാവർക്കും PYQ സ്റ്റഡി സ്റ്റുഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് 2022 നടന്ന ഫയർമാൻ ഫയർവുമൺ പരീക്ഷയുടെ മലയാളത്തിലെ 10 ചോദ്യങ്ങളാണിപ്പോൾ നോക്കുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. പ്രസാധകൻ എന്ന പദത്തിൻ്റെ എതിർലിംഗമേത്? പ്രസാധകൻ എന്ന പദത്തിൻ്റെ എതിർലിംഗമേത്? പ്രസാധക, പ്രസാധിക, പ്രാസാധക, പ്രസീധിക. പ്രസാധകൻ എന്ന പദത്തിൻ്റെ എതിർലിംഗം ഓപ്ഷൻ ബി പ്രസാധികയാണ്. ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ ബി പ്രസാധിക. 2. പ്രയതി സമാന പദമേത്? പ്രയതിയുടെ സമാന പദം പ്രേരണ, ദാനം, ആനന്ദം, കഴിവ്. പ്രയതിയുടെ സമാന പദം ദാനം എന്നതാണ്. ഓപ്ഷൻ ബി ദാനം. 3. ശരിയായ പദം കണ്ടെത്തുക. തന്നിരിക്കുന്നതിൽ ശരിയായ പദം ഓപ്ഷൻ എ ആണ്, അനാരതം. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ളത്. 4. ഗതാനുഗതിക ന്യായം എന്ന ശൈലി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഗതാനുഗതിക ന്യായം എന്ന ശൈലി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ദുഃഖം അഭിനയിക്കുക, ഒരു ഗതിയുമില്ലാതായി തീരുക, ദോഷം ഗുണമായി തീരുക, അനുകരണശീലം. ഗതാനുഗതിക ന്യായം എന്ന ശൈലി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അനുകരണശീലം. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഗതാനുഗതിക ന്യായം അനുകരണശീലമാണ്. 5. ശരിയായ വാക്യം എഴുതുക. ശരിയായ വാക്യം എഴുതുക. അനുവാചക ഹൃദയത്തിന് ആനന്ദം ലഭിക്കുന്നത് കവിതകളുടെ ഇത്തരം വായനയിലൂടെയാണ്. ബി. അനുവാചക ഹൃദയത്തിന് ആനന്ദം ലഭിക്കുന്നത് ഇത്തരം കവിതകളുടെ വായനയിലൂടെയാണ്. സി. അനുവാചക ഹൃദയത്തിന് ഇത്തരം ആനന്ദം ലഭിക്കുന്നത് കവിതകളുടെ വായനയിലൂടെയാണ്. ഡി. കവിതകളുടെ വായനയിലൂടെയാണ് ഇത്തരം അനുവാചക ഹൃദയത്തിന് ആനന്ദം ലഭിക്കുന്നത്. ശരിയായ വാക്യമാണ് ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ളത്. അനുവാചക ഹൃദയത്തിന് ആനന്ദം ലഭിക്കുന്നത് ഇത്തരം കവിതകളുടെ വായനയിലൂടെയാണ്. അതാണ് ശരിയായിട്ടുള്ളത്. 6ാമത്തെ ക്വസ്റ്റ്യൻ. പ്രതിഷ്ഠിക്കുന്നവൻ എന്ന വാക്കിൻ്റെ ഒറ്റപ്പദമേത്? പ്രതിഷ്ഠിക്കുന്നവൻ എന്ന വാക്കിൻ്റെ ഒറ്റപ്പദമേത്? പ്രതിഷ്ഠിതൻ, പ്രതിഷ്ഠോത്സുകൻ, പ്രതിഷ്ഠാപകൻ, പ്രതിഷ്ഠാർത്ഥി. പ്രതിഷ്ഠിക്കുന്നവൻ എന്ന വാക്കിൻ്റെ ഒറ്റപ്പദം. ആൻസർ ഓപ്ഷൻ സി പ്രതിഷ്ഠാപകൻ. പ്രതിഷ്ഠിക്കുന്നവൻ ഒറ്റപ്പദം പ്രതിഷ്ഠാപകൻ. 7. തിക്തം വിപരീത പദമേത്? തിക്തം വിപരീത പദമേത്? നന്മ, സുഖം, ദോഷം, മധുരം. തിക്തം വിപരീത പദം മധുരമാണ്. ഓപ്ഷൻ ഡി. തിക്തം വിപരീത പദം മധുരം. 8. ജനനിബിഡം വിഗ്രഹിക്കുക. ജനനിബിഡം വിഗ്രഹിക്കുക. ജനങ്ങളാൽ നിബിഡമായത്, ജനങ്ങളുടെ നിബിഡം, ജനങ്ങളിൽ നിബിഡമായത്, ജനത്തിൻ്റെ നിബിഡം. ജനനിബിഡം ജനങ്ങളാൽ നിബിഡമായതാണ്. ആൻസർ ഓപ്ഷൻ എ. ജനങ്ങളാൽ നിബിഡമായത് ജനനിബിഡം. 9. തജ്ജീവിതം പിരിച്ചെഴുതുക. തജ്ജീവിതം പിരിച്ചെഴുതുക. തത് പ്ലസ് ജീവിതമാണ് തജ്ജീവിതം. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ളത്. തത് പ്ലസ് ജീവിതം തജ്ജീവിതം. 10. ധന്വം പര്യായ പദമേത്? ധന്വം പര്യായ പദം മരുഭൂമിയാണ്. ഓപ്ഷൻ സി ആണ് ധന്വത്തിൻ്റെ പര്യായ പദം. മലയാളത്തിലെ 10 ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ നോക്കിയത്. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോ സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് കൊടുക്കണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത ക്വസ്റ്റ്യൻസുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.